നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തർക്കം തുടരുന്നു. നാളെ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി. പോർമുഖത്ത് നിന്ന് പിന്മടങ്ങാതെ ഉമ്മൻചാണ്ടിയും VM സുധീരനും. കയ്പമംഗലത്ത് TN പ്രതാപനും തൃശൂരിൽ പത്മജ വേണുഗോപാലും മത്സരിക്കും. നിലമ്പൂരിൽ ആര്യാടന്റെ മകൻ. UDF-നോട് ഇടഞ്ഞ് ജോണി നെല്ലൂർ. ഒപ്പം നിന്ന് വഞ്ചിച്ചുവെന്ന് പരിദേവനം. അങ്കമാലിയിലും മൂവാറ്റുപുഴയിലും സൗഹൃദ മത്സരം വേണമെന്ന് ജേക്കബ് ഗ്രൂപ്പിൽ ആവശ്യം. പുനലൂരും നാട്ടികയും ഏറ്റെടുക്കണമെന്ന ആവശ്യം JDU തള്ളി. വടകര അങ്കമാലി സീറ്റുകളെ ചൊല്ലി JDS-ൽ തർക്കം. ഭൂമിദാന കേസിൽ അടൂർ പ്രകാശിന് കനത്ത തിരിച്ചടി. വിജിലൻസിന്റെ ദ്രുതപരിശോധനയ്ക്ക് സ്റ്റേ ഇല്ല. നിഷ്പക്ഷ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്ന് ഹൈക്കോടതി. നിരപരാധിയെന്ന് അടൂർ പ്രകാശ്. ഫയൽ വന്നത് വ്യവസായ വകുപ്പിൽ നിന്ന്. പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതും താൻ തന്നെ. മഹാരാഷ്ട്രയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവ്. സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന നിയമം നടപ്പാക്കാൻ സർക്കാരിന് നിർദ്ദേശം. സ്വാഗതം ചെയ്ത് മഹാരാഷ്ട്ര സർക്കാർ. കൊൽക്കത്ത ഫ്ലൈ ഓവർ ദുരന്തത്തിൽ നിർമ്മാണ കമ്പനിയിലെ 7 പേർ അറസ്റ്റിൽ. കരിമ്പട്ടികയിലെ കമ്പനിക്ക് കരാർ കൊടുത്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP. മരിച്ചവരുടെ എണ്ണം 28ആയി. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും തർക്കമുള്ള 5 ഇടങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ധാരണയായില്ല. നേതാക്കൾ വീണ്ടും ചർച്ച നടത്തട്ടെ എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. നാളെ രാവിലെ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. ഇന്ന് ധാരണയായ സീറ്റുകൾ ഇവയാണ്: T. സിദ്ദിഖ് കുന്നമംഗലം, M. ലിജു കായംകുളം, എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ, പത്മജ വേണുഗോപാൽ തൃശൂർ, റോജി ജോൺ അങ്കമാലി, K. സുധാകരൻ ഉദുമ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ, AV ഗോപിനാഥ് നെന്മാറ, PT അജയ് മോഹൻ പൊന്നാനി, ഇഫ്തിഖറുദ്ദീൻ തവന്നൂർ, S. ശരത് ചേർത്തല, KP കുഞ്ഞിക്കണ്ണൻ തൃക്കരിപ്പൂർ, TN പ്രതാപൻ കയ്പമംഗലം. വിവരങ്ങളുമായി B. ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന്. ബാലഗോപാൽ, VM സുധീരൻ വളരെ ശക്തമായി പ്രതിരോധിക്കുന്ന 5 സീറ്റുകളിൽ ഒഴികെ ബാക്കി ഒന്നിലധികം പേരുകളുള്ള സീറ്റുകളിലൊക്കെ ധാരണ ആയോ? എങ്ങനെയാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം മുന്നോട്ട് പോകുന്നത്? ബാലഗോപാൽ. അഭിലാഷ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള വളരെ സുപ്രധാനമായ ചർച്ചകളായിരുന്നു ഇന്ന് ദില്ലിയിൽ നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 7 മണ്ഡലങ്ങൾ, സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ 7 മണ്ഡലങ്ങൾ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ഏതാണ്ട് ധാരണയായതായാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ ചില അപ്രതീക്ഷിതമായി അവസാന നിമിഷങ്ങളിൽ ചില പേരുകൾ കടന്നു വന്നു. കാരണം നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയിരുന്ന പട്ടികയിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയുടെ നോമിനിയായി പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി, അതായത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ എൽദോസ് കുന്നപ്പള്ളിയും ചേർത്തലയിൽ NSUവിന്റെ മുൻ ഭാരവാഹി കൂടിയായ, മുൻ ദേശീയ ഭാരവാഹി കൂടിയായ ശരത്തും കടന്നു വന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കോഴിക്കോട് നേരത്തെ കുന്നമംഗലം മണ്ഡലത്തിൽ KC അബു, DCC പ്രസിഡന്റ് KC അബുവിന്റെ പേരായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പകരം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ T. സിദ്ദിഖാണ് കടന്നു വന്നിരിക്കുന്നത്. T. സിദ്ദിഖിന്റെ പേരാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൊയിലാണ്ടി മണ്ഡലത്തിൽ ഒരുപക്ഷെ ഏറ്റവും തർക്കം നിലനിന്നിരുന്ന, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും തർക്കം നിലനിന്നിരുന്ന മണ്ഡലമായിരുന്നു കൊയിലാണ്ടി മണ്ഡലം. കൊയിലാണ്ടിയിൽ VM സുധീരൻ, മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ KP അനിൽകുമാറിന് വേണ്ടിയായിരുന്നു നിലകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനും KPCC ജനറൽ സെക്രട്ടറിയുമായ N. സുബ്രഹ്മണ്യനാണ് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. ബേപ്പൂരിൽ ആദം മുൻസിയാണ് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമായിരുന്ന നിലമ്പൂരിലും ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആര്യാടൻ പിന്മാറുന്ന സാഹചര്യത്തിൽ അവിടെ തന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ആര്യാടൻ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ആവശ്യം ഏതാണ്ട് വിജയിച്ചിരിക്കുകയാണ്. KPCC അധ്യക്ഷനായിരുന്ന VM സുധീരൻ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് മുന്നോട്ട് വെച്ചിരുന്നത് BV പ്രകാശിന്റെ പേരായിരുന്നു. പക്ഷേ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ആണ് നിലമ്പൂർ മണ്ഡലം ലഭിച്ചിരിക്കുന്നത്. തൃശൂരിൽ പത്മജ വേണുഗോപാലിന്റെ പേര് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. തൃശൂരിൽ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. അത് വടക്കാഞ്ചേരി, പുതുക്കാട് മണ്ഡലങ്ങളുടെ കാര്യത്തിലാണ് തർക്കം നിലനിൽക്കുന്നത്. പക്ഷേ ഈ മണ്ഡലങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ഫോർമുല ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ആ
ഫോർമുല അനുസരിച്ച് വടക്കാഞ്ചേരിയിൽ എ ഗ്രൂപ്പിന്റെ അനിൽ അക്കരയ്ക്കാണ് നൽകുന്നതെങ്കിൽ VM സുധീരൻ പറയുന്ന ആൾക്ക്, അതായത് സുന്ദരൻ കുന്നപ്പള്ളി എന്ന INTUC നേതാവിന് പുതുക്കാട് നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം വടക്കാഞ്ചേരിയിൽ I ഗ്രൂപ്പിനാണ് നൽകുന്നതെങ്കിൽ ക്ഷമിക്കണം എ ഗ്രൂപ്പിനാണ് നൽകുന്നതെങ്കിൽ പുതുക്കാട് I ഗ്രൂപ്പിന് നൽകുവാനും ധാരണയായിട്ടുണ്ട്. ഈ കണ്ണൂർ മണ്ഡലത്തിലും ഇതുപോലെ സമാനമായ ഒരു ഫോർമുല തയ്യാറായിട്ടുണ്ട്. കണ്ണൂരിൽ സതീശൻ പാച്ചേനിയെ സിറ്റിംഗ് MLA ആയ അബ്ദുള്ളക്കുട്ടിക്ക് പകരം സതീശൻ പാച്ചേനിയെ സ്ഥാനാർത്ഥിയാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അബ്ദുള്ളക്കുട്ടിക്ക് തലശ്ശേരി നൽകുവാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അബ്ദുള്ളക്കുട്ടിയുമായി KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും ആശയവിനിമയം നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം വരുന്നത്. പക്ഷേ വളരെ സുപ്രധാനമായ കാര്യം, കോന്നി ഉൾപ്പെടെ 7 മണ്ഡലങ്ങളിലും ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. കോന്നിയിൽ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും KPCC അധ്യക്ഷൻ VM സുധീരൻ തയ്യാറായിട്ടില്ല. അവിടെ പത്തനംതിട്ട DCC അധ്യക്ഷൻ P മോഹൻരാജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് സുധീരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തൃപ്പൂണിത്തുറ, തൃക്കാക്കര മണ്ഡലങ്ങളിലും ഇതുപോലെ സമാനമായ തർക്കം നിലനിൽക്കുകയാണ്. ബെന്നി ബെഹനാന്റെയും K ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നാളെ രാവിലെ 9:30 ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്നുണ്ടായിരിക്കുന്ന മറ്റൊരു വളരെ സുപ്രധാനമായ കാര്യം, കയ്പമംഗലത്തേക്ക് TN പ്രതാപന്റെ പേര് കടന്നു വന്നുവെന്നതാണ്. TN പ്രതാപൻ നേരത്തെ പരസ്യമായി താൻ സ്ഥാനാർത്ഥിയാകാനില്ല, 3 തവണയിലധികം മത്സരിച്ച സാഹചര്യത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അദ്ദേഹം ഹൈക്കമാൻഡിന് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കയ്പമംഗലത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് തർക്കം നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ നാളെ ആദ്യം സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിക്കുന്നതായിരിക്കും. തുടർന്ന് വൈകിട്ടോടുകൂടി ഈ തർക്കം പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് അന്തിമ പട്ടിക നാളെ തന്നെ, പൂർണ്ണമായ പട്ടിക നാളെ തന്നെ പ്രഖ്യാപിക്കുവാനാണ് ധാരണ. നന്ദി ബാലഗോപാൽ സമഗ്രമായ വിവരങ്ങൾക്ക്. ഈ ചർച്ചയിൽ ശ്രീ J. അജിത് കുമാർ വീക്ഷണത്തിൽ നിന്ന്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ R. അജിത് കുമാർ മംഗളത്തിന്റെ റെസിഡന്റ് എഡിറ്റർ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന്, ശ്രീ PM മുഹമ്മദ് റിയാസ് CPIM-ന് വേണ്ടി, ഒപ്പം കോൺഗ്രസ് നേതാവ് MM ജേക്കബിനെയും പന്തളം സുധാകരനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ J. അജിത് കുമാർ, ഏറ്റവും കൗതുകകരമായി ഇന്നുണ്ടായത് TN പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അദ്ദേഹം തന്നെ ഞാൻ മത്സരിക്കുന്നില്ല, യുവാക്കൾക്ക് വേണ്ടി വഴിമാറുന്നു എന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നു. അതിനുശേഷം ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ താല്പര്യപ്രകാരം കയ്പമംഗലത്ത് മത്സരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആദർശത്തിൻ്റെ മുഖംമൂടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു വീഴുകയാണ്. VS സുനിൽകുമാറിനെ പേടിച്ചാണ് TN പ്രതാപൻ ആദർശം പറഞ്ഞ് മത്സരിക്കാതിരുന്നത് എന്ന് വ്യക്തമാവുകയല്ലേ? അല്ല, അങ്ങനെ നമ്മൾ ഒരു മുൻവിധി വേണ്ട ആ കാര്യത്തിൽ. ശ്രീ പ്രതാപൻ നേരത്തെ തന്നെ താൻ മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചത് അതിനകത്തൊരു സന്ദേശം അടങ്ങുന്നുണ്ടായിരുന്നു. അതായത് ദീർഘകാലം മത്സരരംഗത്തുണ്ടായിരുന്നവർ, അല്ലെങ്കിൽ കൂടുതൽ കാലം അധികാര സ്ഥാനത്ത് ഇരുന്നവർ ഒക്കെ മാറി നിൽക്കുക എന്നുള്ള ഒരു സന്ദേശം ആ തീരുമാനത്തിലൂടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന അദ്ദേഹം നേരത്തെ നാട്ടിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്, ഇത്തവണ കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ചു. അപ്പോൾ ആ മണ്ഡലത്തിന്റെ ഒന്നും പ്രശ്നം കൊണ്ടൊന്നും അല്ല. കൊടുങ്ങല്ലൂർ എല്ലാ കാലത്തും ഒരു CPIക്ക് ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമായിരുന്നു കൊടുങ്ങല്ലൂർ. അത് പിന്നെ ഒരു പക്ഷേ അവിടെ ഒരു JSS കാൻഡിഡേറ്റ് അവിടെ UDF-ൽ നിന്ന് ജയിച്ചു വന്ന അതുപോലും ഒരു പഴയ CPI, പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പിന്നെ ശ്രീ ഉമേഷ് ചെള്ളി. JSS-ന്റെ രൂപീകരണത്തിന് ശേഷം അദ്ദേഹം ശ്രീമതി ഗൗരിയമ്മയോടൊപ്പം പോയി അങ്ങനെ അവിടുന്ന് UDF-ന് ഇത് വന്നു. അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ ഒരു ചുവപ്പ് നിറം കാട്ടുന്ന മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. അവിടുന്നാണ് ശ്രീ പ്രതാപൻ കഴിഞ്ഞ തവണ 2011 ജയിച്ചു വന്നത്. അതിനു മുമ്പ് അദ്ദേഹം നാട്ടികയിൽ നിന്ന് ജയിച്ചിരുന്നു. അപ്പോൾ ഒരു പരാജയ ഭീതി കൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു അപഹാസ്യമായ ഒരു പ്രസ്താവനയായിരിക്കും. അദ്ദേഹത്തിന് അല്ല, അങ്ങനെയാണെങ്കിൽ അക്കാര്യം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കണ്ടേ ശ്രീ അജിത് കുമാർ? അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് കൊടുങ്ങല്ലൂരാണ്. അവിടെ KP ധനപാലൻ മത്സരിക്കുന്നു. കയ്പമംഗലത്ത് നിന്ന് ഇക്കുറി TN പ്രതാപൻ ജനവിധി തേടണം എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുകയാണ്. ഞാൻ ഇക്കുറി ജനവിധി തേടാനേ ഇല്ല എന്ന് പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനുശേഷം VM സുധീരൻ ഇതാ കോൺഗ്രസ്സുകാർക്കാകെ ഒരു മാതൃക, ഇദ്ദേഹത്തെ മാതൃകയാക്കൂ എന്ന് ചൂണ്ടിക്കാട്ടിയതിന് ശേഷം പിന്നീട് ഇതൊക്കെ മാറി മറിയുകയാണ്. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരികയാണ്. എതിർമുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനമായതിനു ശേഷം ആരൊക്കെയാകും കൊടുങ്ങല്ലൂരിലെയും കയ്പമംഗലത്തെയും സ്ഥാനാർത്ഥികളെന്ന് വ്യക്തമായതിനു ശേഷമാണ് ഈ നിലപാട് മാറ്റം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം സംഗതമാകുന്നത്. അല്ലല്ല, അതിനകത്ത് ഇപ്പോൾ പാർട്ടി
അദ്ദേഹത്തിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു, മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അല്ലെ സ്ക്രീനിംഗ് കമ്മിറ്റി ഈ കയ്പമംഗലം സീറ്റിലേക്ക് ശ്രീ പ്രതാപന്റെ പേര് നിർദ്ദേശിക്കുമ്പോൾ ഒരു അച്ചടക്കമുള്ള ഏത് പാർട്ടിയിൽ അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത് എന്ന് തന്നെയല്ല, ശ്രീ പ്രതാപന് ഈ പറഞ്ഞ പോലുള്ള ഏതെങ്കിലും വിവാദങ്ങളിൽ പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ആരോപണം ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം പൊതുവെ എല്ലാവർക്കും സ്വീകാര്യനാണ്, ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും സ്വീകാര്യനുമാണ്. ആ രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാനാണ് എനിക്ക് താല്പര്യം. ശ്രീ അഭിലാഷ്. റൈറ്റ്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇതൊക്കെ ആദർശത്തിന്റെ പേരിലാണ് എന്ന് തോന്നുന്നുണ്ടോ? VM സുധീരൻ ആദർശത്തിന്റെ മാതൃകയായി ചൂണ്ടിക്കാണിച്ച TN പ്രതാപനും ഇതാ മത്സര രംഗത്തുണ്ട്. VM സുധീരൻ ആദർശം പറഞ്ഞാണ് 5 സീറ്റുകളിൽ കടുംപിടുത്തം പിടിച്ച് ഇവരെ മാറ്റി വേറെ ആളുകൾ വേണം എന്നാവശ്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് അവകാശപ്പെടുന്നത്. ഈ തർക്കത്തിൽ ആദർശം എത്ര അളവോളം? ആദർശം ഒന്നുമല്ല അഭിലാഷ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിലെ കോൺഗ്രസിൽ ഈ സമീപകാലത്ത് സംഭവിച്ച ഒരു പോളറൈസേഷൻ, ധ്രുവീകരണം ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. എല്ലാവർക്കും അറിയാം. അതുവരെ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം ശ്രീ VM സുധീരന്റെ ഒരു ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്, അതൊരു സംശയമില്ല. അപ്പൊ നേരത്തെ നിങ്ങൾ കൊയിലാണ്ടി സീറ്റിനെ കുറിച്ച് പറഞ്ഞു, KP അനിൽകുമാറിന്റെ കൊയിലാണ്ടി സീറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ പല സീറ്റിലും ഇങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ ആദർശം എന്നുള്ളത് നമ്മൾ ഒരു KPCC പ്രസിഡന്റ് ഒരു വിഷയം ഉന്നയിക്കുകയാണ്. അത് ഉന്നയിക്കുന്നത് റിസൾട്ടായി വരണം, അതൊരു ഡിസിഷനായി വരണം. ഒരു തീരുമാനമായി ഇതൊന്നും വരുന്നില്ലല്ലോ. അദ്ദേഹം ഉയർത്തുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഒരു തീരുമാനമായി വരുന്നില്ല. അദ്ദേഹം തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്, മുൻപന്തിയിൽ നിൽക്കേണ്ട ആൾ. അപ്പൊ തീരുമാനമായി വരാതെ ഇതൊരു സമ്മർദ്ദം മാത്രമായി മാറുന്നു. ആ സമ്മർദ്ദത്തിലൂടെ മറ്റ് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. DCC ഭാരവാഹികൾ, ശ്രീ VM സുധീരൻ DCC ഭാരവാഹികളുടെ പട്ടിക കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചില ആദർശങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് അവിടെ നിൽക്കുകയാണ്, അതിലൊന്നും തീരുമാനമായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് കുറെ ആളുകൾ DCC ഭാരവാഹികളായി. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഇപ്പൊ ഈ പറഞ്ഞ സോക്കോൾഡ് 5 സീറ്റ്, ഈ 5 സീറ്റിനകത്തുള്ള പിടി മുറുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പിടി മുറുക്കാൻ പോകുന്നില്ല, ഈ പിടിയൊക്കെ അഴിഞ്ഞു പോകും. ഇപ്പൊ തീരുമാനിച്ചു എന്ന് പറയപ്പെടുന്ന, നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്ന പല സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ അതിൽ പലരും ശ്രീ VM സുധീരനുമായി അടുത്ത ബന്ധമുള്ളവരുണ്ട്. അപ്പൊ അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആദർശമൊന്നല്ല. അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ശക്തി കോൺഗ്രസിനകത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, പല ചാനലുകളും കോൺഗ്രസിന്റെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഉയർത്താതെ പോകുന്ന ഒരു കാര്യം, കേരളത്തിലെ കുടിവെള്ള ക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നം നിൽക്കുമ്പോൾ 6 ദിവസമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരി, ശ്രീ ആർ അജിത് കുമാർ, ഈ തർക്കത്തിൽ ആദർശം എത്ര അളവോളം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ച ചെയ്തു വരികയായിരുന്നു. ഇവിടെ സുധീരൻ, പുതുതായി രൂപം കൊണ്ട സുധീരൻ ഗ്രൂപ്പിലെ തന്നെ TN പ്രതാപനെയാണ് ആദർശത്തിന്റെ ആൾരൂപമായി വാഴ്ത്തി ഇദ്ദേഹത്തെ മാതൃകയാക്കൂ എന്ന് പറഞ്ഞത്. ആ ആദർശത്തിന്റെ ആൾരൂപവും ഇത്തവണ 4ാം തവണ മത്സരത്തിനുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഇവിടെ റിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സുധീരന്റെ നോമിനികൾ അങ്ങിങ്ങായി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ചില പേരുകൾ തള്ളിപ്പോയി എങ്കിലും താങ്കൾ ഈ തർക്കത്തിലെ ആദർശത്തെ, അതിൻ്റെ റോളിനെ എത്രമാത്രം വലുതായി കാണുന്നു? ആദർശം പറയുകയും ഒപ്പം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസിൻ്റെ ആദർശമുള്ളവർ തന്നെ ചെയ്യുന്നത്. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം TN പ്രതാപൻ കയ്പമംഗലം സീറ്റ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം സീറ്റ് മത്സരിക്കുന്നേയില്ല എന്ന് പറഞ്ഞതും അതിനെ VM സുധീരൻ സപ്പോർട്ട് ചെയ്തതും. TN പ്രതാപൻ VM സുധീരനോട് മാനസികമായ അടുപ്പമുള്ള ആൾക്കാരാണ്. കോൺഗ്രസിൽ 3 ഗ്രൂപ്പുണ്ട് ഇപ്പോൾ. 1 A ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി, 2 I ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല, 3 സുധീരൻ ഗ്രൂപ്പ് VM സുധീരൻ. അങ്ങനെ 3 ഗ്രൂപ്പുകൾ 3 ചിന്താധാരകളായിരിക്കാം. അല്ലെങ്കിൽ എന്തിനേയും വേണേയും ആദർശവൽക്കരിക്കാം, ന്യായീകരിക്കാം. അത് എന്തായിരുന്നാലും 3 വിഭാഗങ്ങളുണ്ട്. ആ 3 വിഭാഗങ്ങളിൽപ്പെട്ട അതിൽ VM സുധീരൻ്റെ ആളാണ്, ആ ചിന്താധാരയിലുള്ള ആളാണ് TN പ്രതാപൻ. TN പ്രതാപന് കയ്പമംഗലം ചോദിച്ചപ്പോൾ കിട്ടാവുന്നപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. VM സുധീരൻ പക്ഷേ ഉയർത്തിവിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിവാദത്തിൽപ്പെട്ട് ഉഴലുന്നവരെ ഒഴിവാക്കണം എന്ന് അദ്ദേഹം
വളരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു പോയിന്റാണ് ഉന്നയിച്ചിരിക്കുന്നത്. അവിടെയാണ് VM സുധീരന് പ്രസക്തി ഉണ്ടാകുന്നതും AI ഗ്രൂപ്പുകൾ വെള്ളം കുടിക്കുന്നതും. VM സുധീരൻ ഉന്നയിച്ചത് സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ടവരെ മാത്രമായിരുന്നു, അല്ലെങ്കിൽ VM സുധീരൻ പകരക്കാരായി ഉന്നയിച്ചത് സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ടവരെ അല്ല. അദ്ദേഹം അടൂർ പ്രകാശിനെതിരെ ഉന്നയിച്ചതോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞതോ കെ ബാബുവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞതോ ഒന്നും, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഉന്നയിക്കപ്പെട്ട ആരുടെയും അവരൊന്നും സുധീരൻ ഗ്രൂപ്പിൽപ്പെട്ടവരല്ല. അതെ, തീർച്ചയായും ശ്രീ ആർ അജിത് കുമാർ. പക്ഷേ അതൊരു തന്ത്രമല്ലേ? ബെന്നി ബെഹന്നാന് പകരം PT തോമസിനെ നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ കോന്നിയിൽ അടൂർ പ്രകാശിന് പകരം മോഹൻ രാജിനെ നിർദ്ദേശിക്കുന്നു, ബാബുവിന് പകരം വേണുഗോപാലിനെ നിർദ്ദേശിക്കുന്നു. ഇതൊക്കെ ഗ്രൂപ്പുകളിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, ആഭ്യന്തര വൈരുദ്ധ്യമുണ്ടാക്കാൻ വളരെ ശ്രദ്ധാപൂർവം നടത്തുന്ന കളിയല്ലേ? അതിലൊക്കെ ആദർശം എവിടെ? അത് കളിയുടെ നിർവചനത്തിൽ പെട്ടാൽ പോലും സ്വന്തം ഗ്രൂപ്പ് താല്പര്യമെന്നോ സ്വന്തം പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാനാണെന്നോ ധരിച്ചാൽ പോലും അതിനൊരു പ്രത്യേകതയില്ലേ? അതാണ് സുധീരൻ ചൂണ്ടിക്കാണിക്കുന്നതും സുധീരന് അർഹത അംഗീകാരം ഉണ്ടാകുന്നതും. ഇതൊക്കെ ഉണ്ടായാൽ തന്നെ ഇവിടെ കോൺഗ്രസിൽ സീറ്റുകൾ വിറ്റ ചരിത്രമില്ലേ? സ്വന്തക്കാർക്ക് വേണ്ടി, പണക്കാർക്ക് വേണ്ടി സീറ്റുകൾ ഒഴിഞ്ഞു കൊടുത്ത ചരിത്രമില്ലേ? സീറ്റുകൾ വിറ്റ ചരിത്രമില്ലേ? അപ്പോൾ അവിടെ നിന്നൊക്കെ കള്ളന്മാരെ മാത്രം സ്ഥാനാർത്ഥികളാക്കി, അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിലും മുമ്പ് വളരെ വിവാദങ്ങളിൽപ്പെട്ടതും മോഷണം പല അഴിമതി കേസുകളിലും പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കി ചരിത്രമുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഇവരൊക്കെ വിവാദത്തിൽപ്പെട്ടവരാണ്, ഇവരൊക്കെ അഴിമതിക്കാരാണ്. ഇവർക്ക് പകരം സ്വന്തം ഗ്രൂപ്പിൽ നമ്മൾ അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സുധീരൻ ഗ്രൂപ്പിൽപ്പെട്ടവരെ വെച്ചിരുന്നെങ്കിൽ എല്ലാവരും സുധീരൻ്റെ മണ്ടയ്ക്ക് കയറിയേനെ. അപ്പോൾ സുധീരൻ സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ടാതെ പറയാതെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ ഏത് ഗ്രൂപ്പായിരുന്നാലും അവിടെ ഈ അല്പം ശുദ്ധിയും വൃത്തിയും ഉള്ള ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതാണ് താങ്കൾ ചോദിക്കുന്ന ചോദ്യം. ന്യായമാണ് ചോദ്യം. ശ്രീ MM ജേക്കബ്, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ MM ജേക്കബ്, താങ്കൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി അംഗം കൂടിയാണല്ലോ. ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി 3 മണിക്കൂർ യോഗം ചേർന്നിട്ടും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായില്ല. അതിനുശേഷം സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെയുടെയും മുകുൾ വാസ്നിക്കിന്റെയും സാന്നിധ്യത്തിൽ, AK ആന്റണിയുടെ കൂടി സാന്നിധ്യത്തിൽ കേരളത്തിലെ ഈ 3 പ്രമുഖ നേതാക്കളുമായും ചർച്ച നടത്തിയതിനു ശേഷവും തർക്കമുള്ള 5 സീറ്റിൽ പരിഹാരമായിട്ടില്ല. ഈ നേതാക്കൾ അവരുടെ നിലപാടുകളിൽ അണുവിട വ്യത്യാസമില്ലാതെ ഉറച്ചു നിൽക്കുകയാണ്. തർക്കം നീണ്ടുപോവുകയാണ്. ഈ സംഭവ വികാസങ്ങളിൽ താങ്കൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? പതിവില്ലാത്ത ഏർപ്പാടാണിത്. ഇലക്ഷൻ കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹൈക്കമാൻഡാണ് പിന്നെ തീരുമാനിക്കുന്നത്. പിന്നെ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. തീരുമാനം എടുക്കേണ്ട ഹൈക്കമാൻഡാണ്. ഞാൻ ഇലക്ഷൻ കമ്മിറ്റിക്കകത്ത് ഒരു പോളിസി പറഞ്ഞു. കേരളത്തില് കോൺഗ്രസ് പാർട്ടിയുടെ പട്ടികയിൽ വനിതകൾ കുറവായി എപ്പോഴും അത് കൂട്ടണം, യുവജനങ്ങളെ കൂട്ടണം. അതായത് വ്യക്തിപരമായ ആർക്കും എനിക്ക് താല്പര്യം എനിക്ക് തോന്നിയില്ല. ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു തത്വമാണ് പറഞ്ഞത്. ഇത് ലിസ്റ്റ് കാണിച്ചാൽ അഭിപ്രായം പറയാം ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയെ പറ്റി. പഴയ കാലത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. ലിസ്റ്റ് ചോദിക്കും, ഓരോ നിയോജകമണ്ഡലം എടുക്കും, അതിന്റെ ലിസ്റ്റ് പറയും ഏതൊക്കെയാ ആപ്ലിക്കന്റ്, ആരെ പറ്റിയൊക്കെ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അതിന് അഭിപ്രായം പറയാൻ സൗകര്യം കിട്ടും. ഞാൻ പറയാൻ ശ്രമിച്ചപ്പോ അത് സാധ്യമല്ലാതെ വന്നു. സാഹചര്യം 1-2 ആളുകൾ ഞാനും ഡിസിച്ചാൽ കൊഴുവായിരിക്കും. അത് ശരിയല്ല, ഞങ്ങൾക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. അത് ഇപ്പൊ കേൾക്കണ്ട, പത്രത്തിൽ പോലും രഹസ്യമായിരിക്കണം. രഹസ്യമായിട്ട് വെച്ചത് കൊണ്ട് എല്ലാം ഡൽഹിക്ക് കൊണ്ടുപോയി. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എനിക്കും അറിഞ്ഞുകൂടാ. അല്ല, അങ്ങനെ KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ രഹസ്യമാക്കി വെച്ചത് ഇപ്പോൾ പത്രങ്ങളിലൂടെയും ടെലിവിഷൻ ചാനലുകളിലൂടെയും കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരല്ലാത്തവരുമായ എല്ലാ ആളുകളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിലൊക്കെ ആദർശത്തിന്റെ ഒരു മേമ്പൊടി കൂടിയുണ്ട്. ചില ആളുകളെ എതിർക്കുന്നതും ചില ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നതും സ്വന്തം താല്പര്യമാണോ അതോ ആദർശമാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആദർശമൊന്നും ഇതിനകത്തില്ല. ഇത് വ്യക്തിപരമായ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനകത്ത് വലിയ ആദർശം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒച്ചയൊട്ടിക്കിട്ട് കാര്യമില്ല. നേരത്തെ തീരുമാനിച്ചിട്ടങ്ങ് ചെന്ന് ലിസ്റ്റ് കൊടുത്താൽ അത് അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യും. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ജോലി, ഞാനിത്
ഇന്ദിരാഗാന്ധി അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഓർത്തെടുത്തതും ജേക്കബ് സാറ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വികാരത്തോടെല്ലാം ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ ശ്രീ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ മൂന്നോ നാലോ വ്യക്തികളുടെ പേര് ഇപ്പോൾ പറഞ്ഞിട്ട് അവർക്ക് അവരോട് കെ പി സി സി പ്രസിഡന്റ് വ്യക്തിവൈരാഗ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്ന ഒറ്റ വാക്കിൽ ഞാൻ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, 2 ദിവസം മുമ്പ് ഇതിലിപ്പോൾ ഈ പരാമർശിക്കപ്പെട്ട ഒരാൾ, പേര് തന്നെ പറയാം, ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ പരിഗണിക്കപ്പെടുന്ന, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തൃപ്പൂണിത്തുറയിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി ശ്രീ കെ ബാബു, അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി, കെ പി സി പ്രസിഡന്റ് എന്നോട് വ്യക്തിപരമായ ഒരു വിരോധമില്ല എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് കേട്ടു. അഥവാ എന്തെങ്കിലും വിരോധം ഉണ്ടാകേണ്ട കാരണമില്ല എന്നും ശ്രീ ബാബു പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഒരു സാധനം ഒരു സമയവും സന്ദർഭമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശ്രീ സുധീരൻ പറഞ്ഞ കാര്യങ്ങൾ, അതിനോടും പല കാര്യങ്ങളോടും പൊതുവായ ഒരു യോജിപ്പാണ് നമുക്ക് പൊതുവായിട്ടുള്ളത്. അതായത് പിന്നെ ദീർഘകാലം മത്സരിച്ചവർ മാറി നിന്ന് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണം. ഇപ്പം തന്നെ ശ്രീ ജേക്കബ് സാർ പറയുണ്ടായി, വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലിസ്റ്റ് ഇതുവരെ കേട്ടെടുത്തോളം അനൗൺസ്മെന്റ് ആയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ തരുന്ന സൂചന അനുസരിച്ച് ഇതുവരെ പുറത്തു വന്ന പേരുകളിൽ കുഴപ്പം പിടിച്ച ഒരു പേരുമില്ല, ആരോപണ വിധേയരാരുമില്ല, കളങ്കിതരായിട്ടുള്ള ആരുമില്ല, പുകമുറയിൽ നിൽക്കുന്ന ആരുമില്ല. അപ്പോൾ ഇതുവരെയുള്ള തീരുമാനം സോ ഫാർ സോ ഗുഡ് എന്ന് നമുക്ക് പറയാം. പിന്നെ വനിതാ പ്രാതിനിധ്യവും അല്ലെങ്കിൽ യുവജനങ്ങളുടെ പ്രാതിനിധ്യവും ഒക്കെ അതും അത്യാവശ്യം പരിഗണിക്കപ്പെടുന്നുണ്ട്. ശരി, അങ്ങനെയാണ് താങ്കൾ ഇതിനെ ഇല്ല എന്ന് പറയുന്നില്ല. ശ്രീ ആർ അജിത് കുമാർ, ഇതുവരെ വന്ന ലിസ്റ്റിനെ നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ സുധീരൻ ശരിയാണ്, ഈ 2 ഗ്രൂപ്പുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ആളുകളെ ഈ ലിസ്റ്റിൽപ്പെടുത്താൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ഇന്ന് തീരുമാനമായ പേരുകൾ എടുക്കൂ. നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് മാറുമ്പോൾ അവിടെ ഡിസർവിംഗ് ആയി വി പ്രകാശ് ഉണ്ട്. സുധീരൻ അദ്ദേഹത്തെയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ആര്യാടൻ്റെ മകനാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. കൊയിലാണ്ടിയിൽ KP അനിൽകുമാർ ഐ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവായിരുന്നു. സുധീരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം സുധീരൻ്റെ അടുപ്പക്കാരനാവുകയും സുധീരൻ ഗ്രൂപ്പിൻ്റെ പടത്തലവനാവുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തെ മുന്നോട്ട് വെച്ച് പക്ഷേ ഐ ഗ്രൂപ്പിൻ്റെ N സുബ്രഹ്മണ്യനാണ് അവിടെ സീറ്റ് കൊടുക്കുന്നത്. AT ജോർജിനെ പാറശാലയിൽ മാറ്റി നെയ്യാറ്റിൻകരയിൽ സനലിനെ മത്സരിപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നു VM സുധീരൻ. അദ്ദേഹം കാര്യമായി ശ്രമിച്ചതാണ്, പക്ഷേ നടന്നില്ല. സുധീരൻ ഒരു പോരാട്ടം നയിക്കുന്നു. പക്ഷേ പഴയതുപോലെ ഗ്രൂപ്പ് വീതം വയ്പിൽ ഗ്രൂപ്പ് മാനേജർമാർ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണോ ഇതിൻ്റെ അന്തിമ ഫലം? ശ്രീ ആർ അജിത് പോലെ സുധീരന്റെ വിഭാഗമെന്ന് നമ്മളൊക്കെ വിവക്ഷിക്കുന്ന പലർക്കും സീറ്റുകൾ ഇതുവരെ സീറ്റ് പ്രഖ്യാപനത്തിൽ വന്നിട്ടില്ല.
താങ്കൾ പറഞ്ഞത് കൂടാതെ ജോൺസൺ എബ്രഹാം വരണം, രാജ്മോഹൻ ഉണ്ണിത്താൻ വരണം, ഇപ്പോൾ സുധീരന്റെ ഗ്രൂപ്പ് എന്ന് നമ്മളൊക്കെ പറയുന്നവരിൽ ഇവരെ താങ്കൾ പറഞ്ഞത് കൂടാതെ ഈ പറഞ്ഞവരുമുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുക എന്ന് പറഞ്ഞ ഒന്ന് ആര്യാടന്റെ ശക്തി തന്നെയാണ്. മാത്രമൊന്ന് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ തണലിലെയും തണലില്ലാതെയും കോൺഗ്രസിൽ വളർന്നു വന്ന ആളാണ്. അതുകൊണ്ട് സുധീരൻ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് വിജയസാധ്യത നോക്കി ആര്യാടൻ ഷൗക്കത്ത് എതിര് നിന്നാൽ അവിടെ സ്വാഭാവികമായിട്ട് പ്രകാശിൽ ആരും ജയിക്കില്ല. അതുകൊണ്ട് ഷൗക്കത്തിന് ജയിക്കണമെങ്കിൽ ഷൗക്കത്ത് നിന്നേ പറ്റൂ എന്നുള്ളത് ഹൈക്കമാൻഡ് അംഗീകരിച്ചതാകാം. അപ്പോൾ VM സുധീരന്റെ കടുംപിടുത്തത്തിന്റെ പേരിൽ VM സുധീരന്റെ ഗ്രൂപ്പിൽ പെട്ട VM സുധീരന്റെ ആൾക്കാർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. കയ്പമംഗലത്ത് TN പ്രതാപന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും പ്രഖ്യാപിക്കുന്ന അനുസരിച്ച് വേണം. അപ്പോൾ സുധീരൻ സ്വന്തം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ ഈ 6-7 അദ്ദേഹം പിടിച്ചു നിൽക്കാൻ തന്നെ കാരണം ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് സീറ്റ് കിട്ടാത്തതുമാകാൻ കാരണം. അതാണല്ലോ കോൺഗ്രസിൽ നടക്കുന്നത്. സ്വാഭാവികമല്ലേ, ഒരു സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് സ്വന്തം നോമിനികൾക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ മറ്റു നേതാക്കന്മാരുടെ ഏറ്റവും ഇഷ്ടക്കാരുടെ സീറ്റിൽ കടി വെക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നടക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ സുധീരൻ ഒരു വിജയാഹ്ലാദം പ്രകടിപ്പിക്കത്തക്കതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും വരുമോ എന്ന് ഇനിയും കാണണം. അതെ, ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. സുധീരൻ പക്ഷത്ത് ഇപ്പോൾ നിലവിൽ സീറ്റ് കിട്ടുമെന്ന് അറിവായിട്ടുള്ളത് ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കുണ്ടറയിൽ, അതുപോലെ തന്നെ സതീശൻ പാച്ചേനിക്ക് സീറ്റ് കിട്ടും എന്നുള്ളത് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. PM സുരേഷ് ബാബു കോഴിക്കോട് നോർത്തിൽ മത്സരിക്കും എന്നുള്ള നിലയിൽ വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ആ സീറ്റ് കിട്ടിയേക്കും. TN പ്രതാപൻ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കയ്പമംഗലത്ത് സീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സുധീരന്റെ നോമിനികൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അന്തിമ ലിസ്റ്റിൽ അറിയാൻ കഴിയുകയുള്ളൂ. എങ്കിലും അദ്ദേഹത്തിന് തീരെ പ്രാതിനിധ്യം കിട്ടാതെ പോകുന്നുമില്ല. ശ്രീ മുഹമ്മദ് റിയാസ്, കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യുമ്പോൾ എല്ലാ കാലത്തും ഈ ഗ്രൂപ്പ് വീഴ്പ്പലക്കലുകൾ ഉണ്ടാകാറുണ്ട് എന്ന് മാത്രമല്ല, നോമിനേഷൻ കൊടുക്കുന്ന തീയതിയിലും തീരുമാനമാകാതെ പ്രചരണം ആരംഭിച്ച് നോമിനേഷൻ പിൻവലിക്കുന്ന തീയതിയിൽ മാത്രം അന്തിമമായി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനമായ ഘട്ടങ്ങളുണ്ട്. റിബലുകൾ മത്സരിക്കുകയും റിബലുകൾ വിജയിക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. ഇതൊക്കെ കോൺഗ്രസിൽ സാധാരണമാണ്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും അത്ഭുതം നിങ്ങൾ കാണുകയും അതിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്നൊക്കെ കരുതുന്നുണ്ടോ? കാരണം കോൺഗ്രസിൽ ഇതൊരു പതിവാണ്. പതിവിലും അല്പം കുറവ് എന്നുള്ളതേ ഇക്കുറിയുമുള്ളൂ. അഭിലാഷ്, ഈ വിഷയത്തെ നമ്മൾ അങ്ങനെ ലഘൂകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൽ പണ്ട് എങ്ങനെയുണ്ട്, അതുകൊണ്ട് ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നടക്കുന്ന ഈ വിഷയത്തെ വളരെ ബോധപൂർവം മുറിച്ചു കിടക്കാനുള്ള ശ്രമം കോൺഗ്രസ് ക്യാമ്പയിന് നടത്തുന്നുണ്ട്. ഇപ്പോൾ അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുമിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഈ കഴിഞ്ഞ 7 ദിവസത്തെ പ്രധാനപ്പെട്ട കേരളത്തിലെ ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജ് ഹെഡിങ് പരിശോധിച്ചാൽ ഡൽഹിയിലെ ഈ തർക്കമാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് പ്രശ്നത്തിന്റെ നേതാക്കന്മാർ ഡൽഹിയിൽ ക്യാമ്പടിച്ച് നിൽക്കുന്ന തർക്കമാണ് പ്രശ്നം. കോൺഗ്രസിന്റെ പല കാലത്തെ തർക്കങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇത്രയധികം ദിവസം ഡൽഹിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിന്ന് സീറ്റിന്റെ ഭാഗമായി ഇന്നലെ വന്ന വാർത്ത വാക്കേറ്റമുണ്ടായി എന്നുൾപ്പെടെയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രയധികം ദിവസം തുടർച്ചയായി നിന്ന ഒരു സംഭവം ഈ സമീപകാലത്ത് ഒരു 10 കൊല്ലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ശ്രീ VM സുധീരൻ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയല്ല എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം നടത്തി. കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാലും കോൺഗ്രസിലെ പ്രബല ഗ്രൂപ്പല്ല ശ്രീ VM സുധീരന്റെ ഗ്രൂപ്പ്. A ഗ്രൂപ്പും I ഗ്രൂപ്പും കഴിഞ്ഞ് 3rd പ്ലേസിലാണ് VM സുധീരന്റെ ഗ്രൂപ്പ്. ഒരു അംബാസഡർ കാർ പോലും പോകാനുള്ള കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ പല മണ്ഡലത്തിലും ഇല്ല. എങ്ങനെയാണ് അദ്ദേഹം ഗ്രൂപ്പ് സൃഷ്ടിക്കുന്നത്? അവിടെയാണ് നേരത്തെ അഭിലാഷ് പലരും പറഞ്ഞ പല പേരുകളും, ഞാൻ ആ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ I ഗ്രൂപ്പിലും A ഗ്രൂപ്പിലും ഉണ്ടായിരുന്ന പലരും ഇന്ന് ശ്രീ VM സുധീരന്റെ കൂടെയുണ്ട്. അവരെ കൊണ്ടതുപോലെ ഈ പറഞ്ഞ 6 മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ മാറ്റേണ്ട മന്ത്രിമാരും വിവാദ പുരുഷന്മാരുടെയും അതേ ഗ്രൂപ്പിലുള്ളവരുടെ പേര് ശ്രീ സുധീരൻ പറയുകയാണ്. അതുകൊണ്ട് ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഒന്നൊരു ഭാഗത്ത് ഞാൻ ആദർശ ധീരനാണെന്ന് സമൂഹത്തെ പ്രചരിപ്പിക്കാം. 2, ഈ പറഞ്ഞ പേരുകൾ, ഇപ്പൊ ഉള്ള സിറ്റിംഗ് MLA-മാർക്ക് പകരം പറഞ്ഞ പേരുകൾ സ്ഥാനാർത്ഥി ആയാലും ഇല്ലെങ്കിലും അത് സുധീരന്റെ അക്കൗണ്ടിൽ വരും. അപ്പൊ അദ്ദേഹത്തിന് ഗ്രൂപ്പിലേക്ക് പുതുതായി ആളുകൾ വരും. ഈ ഒരു തന്ത്രമാണ് ശ്രീ VM സുധീരൻ പയറ്റുന്നതെന്ന് രാഷ്ട്രീയത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നവർക്ക്, വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ തന്ത്രം എത്രത്തോളം കേരളത്തിൽ വിജയിക്കും? ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണോ? ശ്രീ VM സുധീരൻ ഉൾപ്പെടെ വളരെ ഗൗരവത്തോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരിച്ചയക്കണമായിരുന്നു.
കേരളത്തിലെ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ നേതൃത്വപരമായി ഗവൺമെന്റ് നയിക്കേണ്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കേരളം കടുത്ത കുടിവെള്ളക്ഷാമത്തിലല്ലേ അഭിലാഷേ? ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ? ഇതിന് പരിഹാരം കണ്ടേ? കേരളം ഇങ്ങനെ കുടിവെള്ളക്ഷാമത്തിലാകുമെന്ന് നേരത്തെ തന്നെ ഗവൺമെന്റിന് അറിയാം. ആസൂത്രണത്തിലെ പരാജയമാണ്. ആസൂത്രണത്തിലെ പരാജയത്തോടൊപ്പം നിലവിൽ ഗവൺമെന്റിന്റെ തലവൻ എന്നുള്ള നിലക്ക് സംസ്ഥാനത്ത് നിന്ന് ഇതിനെ ലീഡ് ചെയ്ത് മുറിച്ചു കിടക്കേണ്ട മുഖ്യമന്ത്രി ഗ്രൂപ്പ് പോരിന്റെ പോലും ഡൽഹിയിൽ ഒരാഴ്ച ക്യാമ്പ് ചെയ്യുകയാണ്. ഇതാണ് പ്രശ്നം. ഇതാണ് ജനം കാണുന്ന പ്രശ്നം. അല്ലാതെ ജനത്തിന് തുടരുക. ശ്രീ MM ജേക്കബ്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്? VM സുധീരൻ എതിർപ്പ് ഉന്നയിച്ച ഈ പേരുകൾ ഇല്ലാത്ത ഒരു പട്ടിക ഹൈക്കമാൻഡ് അംഗീകരിക്കുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ അവസാനിക്കുകയില്ലേ? കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പട്ടിക എന്ന് പറഞ്ഞൊരു പട്ടിക കേരളത്തിന് മുൻപിൽ വെക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലേ? കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ച് KPCC പ്രസിഡന്റിന്റെ വാക്കാണ് അവസാന വാക്ക്. സാധാരണഗതി അതാണ്. പക്ഷേ ഇത്രയും ദിവസം ഓരോ ആളുകളുടെ കാര്യം പറഞ്ഞ്, വ്യക്തികളുടെ കാര്യം പറഞ്ഞ് ഈ ലിസ്റ്റ് അപ്രൂവ് ചെയ്യാതെ താമസിപ്പിക്കുന്നത് അത് KPCC പ്രസിഡന്റിനും ഭൂഷണമല്ല, അത് മാനേജ്മെന്റിന്റെ ഒരു പരാജയമാണ്. നേരത്തെ ചെയ്യേണ്ട കാര്യം ഇലക്ഷന്റെ തലയാഴ്ചയിൽ അവിടെ പോയി മറ്റുള്ള പാർട്ടികളൊക്കെ ചോരെടുത്ത് കഴിയുമ്പം ആലോചനയും ചർച്ചയുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അതിന് ക്ഷീണം സുധീരൻ തോറ്റു, ഉമ്മൻചാണ്ടി തോറ്റു, രമേശ് തോറ്റു, ആരും ജയിച്ചിട്ടില്ല, പാർട്ടി തോറ്റു. അതാണ് സംഭവം. പാർട്ടി തോക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്രിയത്തോടു കൂടി തന്നെ ഈ നടപടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ നടപടിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് നേരത്തെ തീരുമാനിക്കേണ്ടതായിരുന്നു. കളങ്കിതരാണെങ്കിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാ, അത് നേരത്തെ പറയുക, അതിന് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുക. പാർട്ടിക്കാർക്കൊരു അഭിപ്രായമില്ലേ? ആ അഭിപ്രായം മൂടി വെച്ചത്? ഞങ്ങളൊക്കെ ഇലക്ഷൻ കമ്മിറ്റി ഇരിക്കുകയല്ലേ, ഒന്ന് പറഞ്ഞുകൂടെ? ഇല്ലെങ്കിൽ KPCC എക്സിക്യൂട്ടീവിലായിരുന്നു, അവിടെ പറഞ്ഞുകൂടെ? ഇതൊക്കെയാണ് നയം. ഡൽഹിയിൽ പോയി നമ്മളെ വീഴ്പ്പരക്കുന്നത് പോലെ ഇത് പറഞ്ഞു കൊടുക്കുന്നത് കേരളത്തിലെ മോഡൽ പാർട്ടി എന്ന് പറഞ്ഞ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന കേരളത്തിലെ പാർട്ടിയോട് ഇതിൽ കൂടുതൽ ദോഷം ചെയ്യാനൊന്നുമില്ല. അതിൽ ശ്രീ MM ജേക്കബ്, ഈ കളങ്കിതർ എന്ന മുദ്ര ചാർത്തി ഈ 6 പേരെ അവിടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അവരുള്ള പട്ടികയാണ് എങ്കിൽ അവരുടെ ആ മണ്ഡലങ്ങളിലെങ്കിലും എങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും? കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെ തന്നെയും അത് ബാധിച്ചുകൂടെ? എങ്ങനെയാണ് KPCC പ്രസിഡന്റിന് ഇവർക്ക് വേണ്ടി കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചോദിച്ച് ചെല്ലാനാവുക ഒരു മണ്ഡലത്തിൽ? കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ കള്ളന്മാരുടെയും കരിഞ്ചന്തക്കാരുടെയും പാർട്ടിയാണെന്ന് പ്രതിപക്ഷം തുടർച്ചയായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അത് ശരിയാണ്. A ഉള്ളൂ, അല്ലെ B ഉള്ളൂ, അല്ലെങ്കിൽ C ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് നല്ലതാ എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് കൊടുത്ത് ഞാൻ കേട്ടിട്ടില്ല എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അതെ, അങ്ങനെ ഒരു സന്ദേശം ശ്രീ അജിത് കുമാർ കേരളത്തിനാകെ നൽകുന്നുണ്ടല്ലോ. ഞങ്ങളിൽ കുറെ പേർ കള്ളന്മാരായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിന് പോകാൻ സാധിക്കുമോ? അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഈ ആരോപണങ്ങളിൽ നിന്ന് മുക്തരാണോ എന്ന ചോദ്യം നേരിടേണ്ടി വരും. ഇത്രയും കള്ളന്മാരെ വെച്ചുകൊണ്ട് എന്തിനു നിങ്ങൾ ഇത്രകാലം മുന്നോട്ട് പോയി എന്ന് ചോദ്യം നേരിടേണ്ടി വരും. ഇതിപ്പോൾ ഈ പേരുകൾ ഒഴിവാക്കിയാലും ഒഴിവാക്കിയില്ലെങ്കിലും അഴിമതി എന്നുള്ളതിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി കോൺഗ്രസിലെ ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന് മുകളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ വിഷയം ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വ്യവഹാരമാക്കുന്നതിലേക്കല്ലേ കോൺഗ്രസിലെ ഈ വിഴുപ്പലക്കൽ നയിച്ചിട്ടുള്ളത്? വീണ്ടും ഞാൻ ജേക്കബ് സാർ പറഞ്ഞതിനോട് വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായവും പക്വതയും അനുഭവ സമ്പത്തും ഒക്കെ വെച്ച് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ച നിരീക്ഷണങ്ങളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഇത് വളരെ മുൻകൂട്ടി ചെയ്യാമായിരുന്നു ഈ ഒരു എക്സസൈസ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നോട്ടിഫിക്കേഷനും വന്നതിന് ശേഷം ഉള്ള സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ മിക്കവാറും വളരെ മുൻപ് തന്നെ ഇതിൻ്റെ ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയല്ല. നമ്മുടെ ഇവിടെ ഒരു കീഴ്വഴക്കം വെച്ചിട്ട് അത് ഏത് മുന്നണിയിലായാലും ഈ സിറ്റിംഗ് MLA-മാർ അതായത് ഇപ്പോൾ അതായത് സ്ഥാനങ്ങളിൽ തുടരുക എന്നുള്ളൊരു കീഴ്വഴക്കമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്.
അല്ലെങ്കിൽ എന്തെങ്കിലും അസാമാന്യ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രീ പ്രതാപൻ ആദ്യം സ്വയം ഒഴിയുന്നു എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ കൂടുതൽ കാലം ഞാൻ മത്സരിച്ചു, ഇനി ഞാൻ ഒഴിയുകയാണ്, ഇനി യുവതലമുറ വരട്ടെ എന്നുള്ള പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ തന്നെ ശ്രീ ബാലകൃഷ്ണനും CM ബാലകൃഷ്ണനോ അല്ലെങ്കിൽ ശ്രീ തരമ്പിൽ രാമകൃഷ്ണനോ ഒക്കെ കാട്ടിയ മാതൃക പോലെ, ശ്രീ ആര്യാടൻ മുഹമ്മദ് ഒക്കെ കാണിച്ച മാതൃക പോലെ അവരൊക്കെ മത്സരിക്കുന്നില്ല എന്ന് സ്വയം തീരുമാനിച്ച് പിൻവാങ്ങുന്നതിന് ആ ഒരു തയ്യാറെടുപ്പിൽ നിൽക്കെ ആ സ്ഥാനങ്ങളിലേക്ക് മറ്റുള്ള പറ്റിയ ആളുകളെ കണ്ടെത്തുന്നതൊക്കെ ഇത് പ്രക്രിയയൊക്കെ എന്നേ തുടങ്ങേണ്ടിയിരുന്നു. പിന്നെ ജേക്കബ് സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ഇവിടെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും പുള്ളി തൊട്ട് മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അത് സൂചിപ്പിക്കാമായിരുന്നു. അവിടെ അതിനെക്കുറിച്ചുള്ള ബദൽ നിർദ്ദേശങ്ങൾ വരുമായിരുന്നു. അതൊന്നും വേണ്ട സമയത്ത് ചെയ്തിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടെയും പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. മറ്റൊന്ന്, ശ്രീ സുധീരൻ പറഞ്ഞതിനകത്തൊരു വലിയ സന്ദേശം കൂടി ഉണ്ട്. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. അതായത് ഇപ്പോൾ കളങ്കിതരായിട്ടുള്ള ആരും മത്സരിക്കാൻ വേണ്ട, അല്ലെങ്കിൽ ദീർഘകാലം മത്സരിച്ചവർ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നതിനകത്തും ഒരു സന്ദേശമുണ്ട്. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യങ്ങളുണ്ട്. കളങ്കിതർ എന്ന് പറയുന്നവർ അവരാരും തന്നെ ആരോപണ വിധേയരാണെന്നല്ലാണ്ട് അവർക്കൊന്നും എതിരായിട്ടുള്ള ഒരു ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ല. അഭിലാഷ്, ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുതല്ലോ. ശ്രീ ആർ അജിത് കുമാർ, എന്തായാലും ഈ ചർച്ച കൊണ്ട് കഴിഞ്ഞ 5 ദിവസമായി ഈ 5 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഓരോ ചാപ്പ കുത്തിക്കൊടുത്തിട്ടുണ്ട്. അതിനെ അവർക്കിനി സീറ്റ് കിട്ടിയാൽ പോലും അതിജീവിക്കുക ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. തെരഞ്ഞെടുപ്പിൽ വിജയമോ തോൽവിയോ അവർക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്നോ എന്നുള്ളതല്ല, മറിച്ച് രാഷ്ട്രീയമായി കോൺഗ്രസിനും UDFനും ഉണ്ടാകുന്ന ക്ഷീണം വളരെ വലുതല്ലേ. അതല്ലാതെ ഈ കളങ്കിതരെ ഞങ്ങൾ കണ്ടെത്തി, ഈ കളങ്കിതരെ ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥാനാർത്ഥി പട്ടിക മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിന് പോകാനുള്ള ശേഷി ഇപ്പോഴത്തെ കോൺഗ്രസ് സംവിധാനത്തിനുണ്ടോ? ഇവരെയൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു പട്ടിക എന്നുള്ളത് സാധ്യമാണോ? കരുണാകരന്റെ കാലത്ത് രഘുവേന്ദ്രപാലിനെതിരെ മുഖ്യമന്ത്രി തന്നെ, അന്ന് മന്ത്രിയായിരുന്ന രഘുവേന്ദ്രപാലിനെതിരെ മുഖ്യമന്ത്രി തന്നെ വിജിലൻസ് എൻക്വയറി ഇട്ടു. ആ കേസ് ഇപ്പോഴും വെറുതെ വിടുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ശിക്ഷയുടെയും വിജിലൻസ് അന്വേഷണത്തിൻ്റെയും ശിക്ഷിക്കപ്പെടുന്നതിൻ്റെയും ഒന്നും കഥ പറയാതിരിക്കുകയാണ്. അപ്പോൾ കളങ്കിതെന്ന് പറയുമ്പോൾ കുറ്റാരോപിതർ കേരളത്തിൽ വെറും മറ്റു നേരത്തെ അച്ചടി മാധ്യമങ്ങൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ പത്രങ്ങൾ പറയുന്നത് അത് ശരിയാകാം, തെറ്റാകാം, അത് പടച്ചുവിടുന്നതാണ്, എഴുതിവിടുന്നതാണ്, തെളിവില്ലാത്തതാണ് എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അതല്ല. വിഷ്വൽ മീഡിയ കൂടി വന്നതിന് ശേഷം കളങ്കിതരുടെ രേഖ എന്തോ കോടതി തൂക്കിക്കൊന്നോ ശിക്ഷിച്ചോ എന്നുള്ളതല്ല. രാഷ്ട്രീയ ശരീരത്തിൽ ചെളി പറ്റിയവരെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിൽ എന്തിനാണ് നമ്മൾ അത് കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അത് ആ രാഷ്ട്രീയ ശരീരത്തിൽ ചെളി പറ്റിയവർ മാറി നിൽക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അങ്ങനെ സ്വയം മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ അവരെ കൈവിടട്ടെ, തൽക്കാലം മാറി നിന്നു എന്ന് പറയട്ടെ. അങ്ങനെയൊക്കെ എന്തെല്ലാം മാർഗമുണ്ട്. അപ്പോൾ അതല്ല പ്രശ്നം. ഇവിടെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ അഴിമതി ആരോപണ വിധേയരാണ്. അപ്പോൾ അവരൊന്ന് മാറി നിൽക്കട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് കളങ്കിതരെ മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന് പൊതുവിൽ ഗുണം ചെയ്യും. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം അവസാന ഘട്ടം വരുമ്പോൾ, ഒരു രാഷ്ട്രീയ പോരാട്ടം വരുമ്പോൾ ആ ഒഴുക്കിൽ UDFന് നേട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ കോൺഗ്രസിന് നേട്ടം ഉണ്ടാവും. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കളങ്കിതർ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഗൗരവമുള്ള ചർച്ചയും തർക്കവും നടന്നു എന്നുള്ളതിനെ ചെറുതായി കാണേണ്ട, അതിനെ വെറും ചക്കളത്തിപ്പോരായി ചുരുക്കുകയും വേണ്ട. നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം നടന്നപ്പോൾ പ്രാദേശികമായി ഉണ്ടാകുന്ന കലാപങ്ങൾ എന്നതിനപ്പുറത്ത് മാനദണ്ഡങ്ങൾക്ക് വേണ്ടി ഒരു കലഹവും നടന്നിട്ടില്ലല്ലോ. അത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും മറ്റ് ഇടതുപക്ഷ ഘടകകക്ഷികളിലും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ന മാനദണ്ഡം വേണം എന്നൊരാവശ്യമോ അതിൻ്റെ പുറത്തുള്ള വാശിയോ ഒന്നും നിങ്ങളുടെ ഒരു സംഘടനകളിലും ഉണ്ടായിട്ടില്ലല്ലോ. അല്ല അഭിലാഷേ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പൊതുവെ നല്ല നിലയിൽ അംഗീകരിച്ചു. അതെല്ലാം മാധ്യമങ്ങളും അത് നല്ല നിലയിൽ സ്വാഗതം ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ആരും ഒരു വിവാദമായി വന്നിട്ടില്ല. 1-2 സ്ഥലങ്ങളിൽ നിങ്ങൾ പറഞ്ഞതുപോലെ പ്രാദേശികമായ ചില കാര്യങ്ങൾ വന്നു, സ്വാഭാവികം. അത് അവിടെ പാച്ചപ്പ് ചെയ്ത് പോയി. അത് അവരുൾപ്പെടെ ആ പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസം പറഞ്ഞവരുൾപ്പെടെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇവിടെ എന്താ വിഷയം? ഇവിടെ ആ വിഷയം ഒരുപോലെ കാണാൻ വേണ്ടി പറ്റില്ല.
ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ശ്രീ VM സുധീരൻ പറഞ്ഞ വിഷയപ്രകാരമാണെങ്കിൽ മത്സരിക്കാൻ പറ്റുമോ? ഇതൊരു ചോദ്യമല്ലേ? തെളിവുണ്ടോ എന്നാ തെളിയിച്ചോ എന്ന് ചോദിച്ചാൽ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യക്തമായ തെളിവുണ്ടായിരുന്നു, നമ്മളൊക്കെ കണ്ടതാണ്. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷമായ ഞങ്ങളും ജനങ്ങളും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ, അത് ന്യൂ മീഡിയ വഴിയൊക്കെ തന്നെ നടന്ന പ്രചരണങ്ങളുടെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് കഴിഞ്ഞ ഒരാഴ്ച ഡൽഹിയിൽ നടന്ന സംഭവ വികാസങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ടു. ഇനി കോൺഗ്രസിനകത്ത് അങ്ങനെയുണ്ടോ? കുറച്ചാൾ കക്കുക, ആ കക്കുന്നവരുടെ കൂടെ നിന്ന് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നവർ നല്ലവർ, അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല. ഇവരൊക്കെ തന്നെ ഈ സർക്കാരിനെ ഉപയോഗിച്ച് അഴിമതി നടത്തിയവരാ. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉമ്മൻചാണ്ടി പറഞ്ഞു എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കാൻ വേണ്ടി പാടുണ്ടോ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു എന്നാണ് മലയാള മനോരമ ദിനപത്രം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്, എനിക്കറിയില്ല. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കളങ്കിതരാണെന്ന് ജനം വിശ്വസിക്കുന്നു എന്നുള്ളത് സ്ഥാപിക്കപ്പെടുകയാണ് ഈ ഒരാഴ്ച സംഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷം എന്താണോ ഈ സർക്കാരിനെ കുറിച്ചും ഭരണാധികാരികളെ കുറിച്ചും പറഞ്ഞത് അതിനെ ശരിവെക്കുന്ന വിധത്തിൽ, അതിനെ സാധൂകരിക്കുന്ന വിധത്തിലായി പോയില്ലേ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഡൽഹിയിൽ നടക്കുന്ന വിഴുപ്പലക്കൽ? അതായത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന്, അത് അല്ലെങ്കിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന്. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അത് പറഞ്ഞു, അത് അദ്ദേഹം കാണിച്ച ആർജവമാണ് അത് അങ്ങനെ തുറന്ന് പറയാവുന്നത്. അത് അദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ടായി. ഈ ആരോപണങ്ങളൊന്നും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഒരു കേസോ ഒരു കോടതിയിലും ഇത് വന്നിട്ടുമില്ല. അദ്ദേഹം തന്നെ പോയി ആരോപിതനായ വിഷയത്തിൽ അദ്ദേഹം തന്നെ അതിന് സർക്കാർ നിയോഗിച്ച പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം നിയോഗിക്കപ്പെട്ട ഒരു കമ്മീഷനെ മുന്നിൽ പോയി 14 മണിക്കൂർ ഇരുന്ന് അദ്ദേഹം മൊഴി കൊടുത്ത് തന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. തന്നെയല്ല, അദ്ദേഹം എത്രയോ വർഷമായിട്ട് പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘകാലം മത്സരിച്ചു, ആരോപണ വിധേയനാണ് ഞാൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലല്ല ശ്രീ റിയാസ്, അല്ലല്ല ഞാൻ പറയട്ടെ, അത് മനസ്സിലായി, ചോദ്യം മനസ്സിലായി റിയാസ്, ചോദ്യം മനസ്സിലായി. ഞാൻ പറയട്ടെ, നിങ്ങൾ നയിക്കുന്ന പ്രതിപക്ഷം, നിങ്ങളുടെ പാർട്ടി നയിക്കുന്ന പ്രതിപക്ഷം കേരള അസംബ്ലിയിൽ തലകുത്തി മറിഞ്ഞു നിന്നിട്ടാണ് ഒരു കമ്മീഷനെ വെച്ചതും ആ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചതും പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രകാരമാണ്. അവിടെ പോയി മൊഴി കൊടുക്കുക എന്നുള്ള സാമാന്യ മര്യാദയാണ് ശ്രീ ഉമ്മൻചാണ്ടി കാണിച്ചത്. നിങ്ങൾ അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത് ഗതികേടിന്റെ പ്രശ്നമൊന്നും ഇല്ല ശ്രീ റിയാസ്. അത് തർക്കത്തിന് വേണ്ടി പോലും ഞാൻ സമ്മതിക്കില്ല. താങ്കളത് പറയാനും പാടില്ല. പിന്നെ നിങ്ങളുടെ പാർട്ടിയുടെ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞുവല്ലോ, നിങ്ങളുടെ പാർട്ടിയുടെ ലിസ്റ്റിനെ കുറിച്ച് എന്തുമാത്രം ആക്ഷേപം ഉണ്ടായി, എന്തുമാത്രം ആക്ഷേപം, ഏതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു, എന്തുമാത്രം പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും പോസ്റ്ററുകളും ഉണ്ടായി. അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാതെ ഈ പറഞ്ഞ പോലെ എല്ലാം അങ്ങ് കോൺഗ്രസിന്റെ കുഴപ്പം കൊണ്ടാണെന്നുള്ള രീതിയിൽ ശ്രീ റിയാസ് താങ്കൾക്ക് അത് പറഞ്ഞേ പറ്റൂ. പക്ഷേ പറയുന്നതിൽ സത്യത്തിന്റെ കണികയില്ല. LDF-ലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. CPM-ലും CPI-ലും മറ്റു ഘടകകക്ഷികൾ ഇപ്പോഴും തീർന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ജനതാദൾ ഉൾപ്പെടെയുള്ള ചെറിയ ഈർക്കൽ കക്ഷികളിലൊന്നും തീർന്നിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നണിയിൽ. അതെന്താ പറയാത്തത്? അതെ, 2 മുന്നണികളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ പക്ഷേ അത് ഇപ്പോൾ കീറാമുട്ടിയായി പരിണമിക്കുകയാണ്. നാളെയെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി തെരഞ്ഞെടുപ്പ് സമിതിക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അജിത് കുമാർ, ശ്രീ R. അജിത് കുമാർ, ശ്രീ PM മുഹമ്മദ് റിയാസ്, ഒപ്പം ശ്രീ MM ജേക്കബ്.